ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ ആത്മാവ് സ്നേഹമാണ്. അത് മറ്റെല്ലാ ക്രിസ്തീയ സദ്ഗുണങ്ങളുടെയും കാതലായിരിക്കണം. സ്നേഹമില്ല എങ്കിൽ ക്രിസ്തീയ സദ്ഗുണങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? ശ്രദ്ധിക്കുക, സ്നേഹമില്ലാത്ത നീതി നിയമവാദമാണ്. സ്നേഹമില്ലാത്ത വിശ്വാസം പ്രത്യയശാസ്ത്രമാണ്. സ്നേഹമില്ലാത്ത പ്രത്യാശ സ്വാർത്ഥതയാണ്. സ്നേഹമില്ലാത്ത ക്ഷമ സ്വയം അവഹേളനമാണ്. സ്നേഹമില്ലാത്ത സഹനം വീണ്ടു വിചാരമില്ലാത്തതാണ്. സ്നേഹമില്ലാത്ത ഔദാര്യം പാഴ്ചെലവാണ്. സ്നേഹമില്ലാത്ത പരിചരണം വെറും കടമയാണ്. സ്നേഹമില്ലാത്ത വിശ്വസ്തത അടിമത്വമാണ്. എല്ലാ ക്രിസ്തീയ സദ്ഗുണങ്ങളും സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കണം. സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയാത്ത ഒരു സദ്ഗുണവും യഥാർത്ഥത്തിൽ ഒരു സദ്ഗുണമല്ല. ഒരു മായവും ഒരു അഭിനയവും ചേർക്കുവാൻ പാടില്ലാത്തതാണ് ക്രിസ്തീയ മൂല്യം എന്നത്. ക്രിസ്തീയ മൂല്യം എന്ന് വെച്ചാൽ ക്രിസ്തീയ സദ്ഗുണങ്ങൾ എന്നർത്ഥം. ഈ സദ്ഗുണങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതോ സദ്ഗുണങ്ങളുടെ മൂർത്തിഭാവമായ ദൈവത്തിൽ നിന്നുമാണ്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയോ ദൈവം സ്നേഹമാണ്. അവിടുന്ന് ചെയ്യുന്നതെന്തും സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്. ഈ സ്നേഹമാണ് ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ കാൽവറി ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രദർശിപ്പിച്ചത്. നാം സ്നേഹിക്കപ്പെടുവാൻ യോഗ്യരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, പകരം ദൈവം സ്നേഹമായതുകൊണ്ടാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയുണ്ടായി. ദൈവസ്നേഹം എന്തെന്ന് നാം വളരെയധികം അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് നമ്മിലുണ്ടാകേണ്ടുന്ന സദ്ഗുണങ്ങളാകുന്ന നീതി, വിശ്വാസം, പ്രത്യാശ, ക്ഷമ, സഹനം, ഔദാര്യം, പരിചരണം, വിശ്വസ്തത എന്നിവയിൽ സ്നേഹത്തിൻ്റെ ബൃഹത്തായ ആവരണമുണ്ടായിരിക്കട്ടെ. നമ്മോടടുക്കുന്നവർ നമ്മിൽ ആദ്യം കാണേണ്ടിയത് സ്നേഹമായിരിക്കട്ടെ, പിന്നെയാകട്ടെ ബാക്കി എന്തും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 14-ാം വാക്യം, ഡു എവറിത്തിങ് ഇൻ ലവ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. എല്ലാ ക്രിസ്തു വിശ്വാസികളുടെയും എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കലുകളില്ലാതെ ഒരു പ്രത്യേക തത്വത്താൽ നയിക്കപ്പെടുവാൻ പൗലോസ് ഇവിടെ നിർദ്ദേശിക്കുകയാണ്. ഈ പ്രത്യേക തത്വമത്രേ സ്നേഹം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനും ഈ തത്വം ആവർത്തിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.